ഇനി ഒരു കാലത്തും നിനക്ക് ദുഃഖമുണ്ടാവില്ല. നിന്റെ കുഞ്ഞിനേറെ ശത്രുക്കൾ ഇനിയും ഉണ്ടാവാം. പക്ഷേ ക്ഷണനേരം മാത്രമേ അവർക്ക് ആയുസുള്ളൂ എന്ന് ധരിച്ചാലും നിന്റെ പൂർവ്വകാല പുണ്യങ്ങളെല്ലാം ചേർന്ന് ഉടൽ പൂണ്ടതാണ് കണ്ണനെന്നോർത്ത് നീ സമാധാനിക്കുക. നിനക്കോർത്തോർത്ത് അഭിമാനിക്കാൻ ഒരു സത്യം മാത്രം മതിയല്ലോ. നിന്റെ മകൻ കണ്ണൻ സാക്ഷാൽ വിഷ്ണു ഭഗവാന് തുല്യനാണ്. അങ്ങ് വന്നിട്ട് അധിക നേരമായോ? ഇല്ല, എത്തിയിട്ടേ ഉള്ളൂ. രാവേറെ ചെന്നിരിക്കുന്നു. അത്താഴം കഴിക്കണ്ടേ? എടുത്തു വെച്ചോളൂ, ഞാൻ വന്നോളാം. അരുണനളിന സംസ്ഥം കാഞ്ചനോദീപ്തവർണം കരധൃതധരചക്രം പീതകൗശേയവസ്ത്രം കനകകലശസംരക്തോത്പലാസക്ത പാണി ശ്രിയമപരകരാഭ്യം ബിഭ്രദം നൗമി വിഷ്ണു. എന്റെ പൊന്നു തമ്പുരാനെ, മോനെ, സ്വാമിജിയുടെ പാദം തൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങൂ. അങ്ങ് കരങ്ങൾ നീട്ടി കുഞ്ഞിനെ അനുഗ്രഹിച്ചില്ല. ഞാനോ? കണ്ണൻ നമ്മെ സ്പർശിച്ചപ്പോൾ തന്നെ നാം അനുഗ്രഹീതനായി കഴിഞ്ഞു. അനുഗ്രഹിച്ചവനെ അനുഗ്രഹീതൻ അനുഗ്രഹിക്കേണ്ട കാര്യമുണ്ടോ നന്ദഗോപൻ? അതാണ് ഉണ്ണിക്കണ്ണൻ. ശത്രുസംഹാര ചൈതന്യം കുടികൊള്ളുന്ന കുട്ടിക്ക് ഒരു ശത്രുസംഹാര പൂജയുടെ ആവശ്യമില്ല. എന്നാലും കുഞ്ഞിന് ശക്തിമത്തായ ശത്രുസംഹാര പൂജ തന്നെയാണ് നടത്തിയിരിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിനും മനസമാധാനത്തിനും വേണ്ടി. സ്വാമിൻ, വഞ്ചനയും കാപട്യവും കുടിലതയും നിറഞ്ഞ ആസുര ശക്തികൾ ഉണ്ണിക്കണ്ണനെ നിരന്തരം ആക്രമിക്കുന്ന എന്തുകൊണ്ടാണ്? ചുറ്റുവട്ടത്തുള്ള ഗ്രഹങ്ങളിലെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇത്തരം ശത്രുപീഡകൾ ഉണ്ടാവുന്നില്ലല്ലോ. അസുരശക്തികളുടെ കണ്ണുകൾ അമ്പാടിയിലേക്ക് മാത്രം നീളുന്നത് എന്തുകൊണ്ടാണ് സ്വാമിൻ? ശിഷ്ടൻ ഉള്ളിടത്തേക്ക് ദുഷ്ടൻ ഉന്നം വയ്ക്കൂ യശോദാമേ. ബാലാരിഷ്ടത എന്ന് കേട്ടിട്ടില്ലേ? ജ്വരം, ചുമ എന്നീ രോഗങ്ങളൊക്കെ കണ്ണൻ്റെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് സർവ്വസാധാരണമാണല്ലോ. കണ്ണന് ആ വക രോഗപീഠകളൊന്നുമില്ല. ആ നിലയ്ക്ക് ഉഗ്രമായ ശത്രുപീഠകൾ കണ്ണന് ബാലാരിഷ്ടതകളായി വന്നുപോകുന്നു എന്നു മാത്രം കരുതിയാൽ മതി. ഇനിയും കുഞ്ഞിന് ശത്രുപീഡ ഉണ്ടാകുമോ സ്വാമിൻ? ഉണ്ടാകണമല്ലോ. അത് വിധികൽപ്പിതമാണ്.
കണ്ണൻ്റെ ജീവരക്തമൂറ്റാൻ പ്രബലരായ ശത്രുക്കൾ ഇനിയും വരും. വരണം. ഫലമോ ശത്രുക്കൾക്ക് സർവനാശം, കണ്ണന് ജീവരക്ഷ. പൂതനയുടെയും ചില ദുർശക്തികളുടെയും ദുരന്തങ്ങൾ ദൃഷ്ടാന്തമായുണ്ടല്ലോ. കണ്ണന് അശുഭമൊന്നും സംഭവിക്കില്ല. സമാധാനിക്കാം. അമ്മേ മഹാമായി ദേവി. ശുഭമസ്തു. അപ്പോൾ ഞങ്ങൾ പുറപ്പെടുകയായി. സ്വാമികൾ സാരാംശമുള്ള എന്തൊക്കെയോ പറഞ്ഞു. ഒന്നും വ്യക്തമായില്ല അല്ലേ ദേവാ? എനിക്കും. കുട്ടികൾക്ക് നാമകരണം നടത്താൻ ഗർഗാചാര്യൻ എത്തുന്നുണ്ട്. അദ്ദേഹത്തോട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കാം.